ഹലോ, നമുക്കിന്നൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി ചെയ്താലോ? കംപ്ലീറ്റ് ഹെൽത്തി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള പാൻ കേക്കിൻ്റെ റെസിപ്പി. കൂടെ കഴിക്കാൻ കറികളൊന്നും ആവശ്യമില്ലാത്ത, എന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതുമായ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് 4 പഴം, ഏകദേശം നല്ലപോലെ പഴുത്ത പൂവമ്പഴമോ കണ്ണൻ പഴമോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 4 പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാകുമ്പോൾ തന്നെ മധുരം വളരെ കുറച്ച് മതി, അതുകൊണ്ടാണ് നല്ല പഴുത്ത പഴം തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നീട് അതിലേക്ക് ഏകദേശം 1 കപ്പ് റാഗി, 250 ml കപ്പിൽ 1 കപ്പ് റാഗി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 100 ml പാലും 100 ml തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കുക. പഴത്തിലും മുട്ടയിലുമെല്ലാം വെള്ളത്തിൻ്റെ അംശം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാൻ കേക്കിൽ ഉപ്പിൻ്റെ ആവശ്യം വളരെ കുറവാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന 1 ശർക്കരയുടെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര എടുക്കാം. പകുതി മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അടിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മൾ അടിച്ച മിശ്രിതം ഉണ്ടാവുക. നിങ്ങൾക്ക് വെള്ളം കൂടുതലോ കുറവോ ആണെന്നുണ്ടെങ്കിൽ പൊടി അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നേരെ ഇതൊരു ബൗളിലേക്ക് പകർത്തിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ കത്തിച്ചിടുക. ഏകദേശം പാൻ ചൂടായി വരുമ്പോൾ ഓരോ തവി കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ദോശക്കല്ലായതുകൊണ്ട് ഞാൻ ദോശക്കല്ലാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാൻ ഉണ്ടെങ്കിൽ അതിലായിരിക്കും കൂടുതൽ ബെറ്റർ. ഇപ്പോൾ ഏകദേശം ഹോൾസൊക്കെ വന്ന് തുടങ്ങി, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇങ്ങനെ നമുക്ക് ഓരോ പാൻ കേക്ക്സും ചുട്ടെടുക്കാം. ഇതിനിടയിൽ മാറ്റി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്നുകൂടി ഉരുക്കി ഒരു നൂൽ പരുവത്തിൻ്റെ പാകത്തിലാക്കി എടുക്കാം. എൻ്റെ കയ്യിൽ ശർക്കരയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ശർക്കര എടുത്തത്. തേനുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ പാൻ കേക്ക്സൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നും ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് അടുക്കി വയ്ക്കാം. ഇതിന് മുകളിലേക്കായിട്ട് ഉരുക്കി വെച്ച് കൊടുത്തിരിക്കുന്ന ശർക്കരപ്പാനി ചെറുതായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേനുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ റാഗിയൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.